ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൊച്ചിയിൽ നിന്നുള്ള മോഡൽ സൗമ്യയുടെ അറസ്റ്റിന് സാധ്യതയുണ്ട്. ലഹരി ഇടപാടുകളിൽ പങ്കുണ്ടെന്ന തെളിവ് ലഭിച്ചതിനെ തുടർന്ന് കേസിൽ സൗമ്യയെയും പ്രതി ചേർക്കും. നടന്മാരായ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, അപ്പോൾ 7 മണിക്കൂർ കഴിയുന്നു ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ രാവിലെ ചോദ്യം ചെയ്യലിനായി എത്തിയപ്പോൾ 1 മണിക്കൂറിന് തന്നെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഷൈൻ ടോം ചാക്കോ വന്നതെങ്കിലും ഇപ്പോൾ കേസിന്റെ ഗൗരവ സ്വഭാവം അത് കണക്കിലെടുത്തുള്ള ചോദ്യാവലി, ആ ചോദ്യങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മോഡൽ സൗമ്യ ഇതിൽ പ്രതിയാവാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റെന്തൊക്കെ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കവേ പുറത്തേക്ക് വരുന്നുണ്ട്? പ്രജിൻ പാലക്കാട് സ്വദേശിനിയായ ബ്ലാക്ക് ഡെവിൽ സച്ചു എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ അറിയപ്പെടുന്ന ഇവരെ പറ്റി സൗമ്യയെ സംബന്ധിച്ചുള്ള കുറേ വിവരങ്ങളാണ് എക്സൈസിന് ചോദ്യം ചെയ്യൽ ലഭ്യമായിട്ടുള്ളത്. ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പരിശോധിച്ചതിൽ നിന്നും തസ്ലീയമായ ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങളിലാണ് എക്സൈസിന് കൃത്യമായ തെളിവുകൾ, ഇത് സാധൂകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ നേരത്തെ തന്നെ ഇവർ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യവും ഒപ്പം തന്നെ മറ്റ് ബാങ്ക് ഇടപാടുകൾ കൂടി ലഭ്യമായതോടുകൂടിയാണ് ഇവർക്ക് ലഹരി ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് എക്സൈസിന് വ്യക്തമായിട്ടുള്ളത്. ഇനി ഈ കേസിൽ, ഹൈബ്രിഡ് കേസിൽ, നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് 3 പ്രതികളാണുള്ളത്. ഒന്ന് തസ്ലീമ സുൽത്താൻ, 2 ഫിറോസ്, 3ാമത് ഈ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനാണ്. അങ്ങനെ 4ാമത് ഒരു പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് ഇവിടെ. സൗമ്യയെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 3 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ ശ്രീനാഥ് ഭാസിയെയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഇയാൾ ചികിത്സയിലാണെന്നും അത്തരത്തിലുള്ള ചികിത്സാ രേഖകളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ഇയാൾ ഈ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാറില്ല. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയും താൻ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.